റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇടുക്കി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകന് പ്രത്യേക ക്ഷണം. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ അനീഷിനാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. 2016 ഒക്ടോബർ 30 സംപ്രേഷണം ചെയ്ത മൻ കി ബാത്ത് എന്ന റേഡിയോ സംപ്രേഷണ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശം നേടിയ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറാണ് അനീഷ് ആർ. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായ അനീഷാറിനാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. NSSന്റെ ODF പ്രൊജക്ടിന്റെ ഭാഗമായി ഇടമലക്കുടിയിലെ പരപ്പിയാർക്കുടിയിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുകയുണ്ടായി. വെളിയിട മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ NSS ഏറ്റെടുത്ത പ്രൊജക്ട് ഈ അധ്യാപകന്റെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത്. 2016-19 കാലയളവിലെ പ്രവർത്തനത്തിന് മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് നേടുകയുണ്ടായി. കൂടാതെ മികച്ച പ്രോഗ്രാം ഓഫീസറായി ഈ അധ്യാപകനെയും തെരഞ്ഞെടുത്തിരുന്നു. മൻ കി ബാത്ത് എന്ന റേഡിയോ സംരക്ഷണ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശം അനീഷ് നേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഈ അധ്യാപകൻ പറയുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീമിലൂടെയാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പുരസ്കാരം നേടി, അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ അവാർഡ് നേടി. പിന്നെ ഇടമലക്കുടിയിലുള്ള ODF പ്രോജക്റ്റ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സിനും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഈ വേളയിൽ സ്മരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച ഈ അധ്യാപകനായ അനീഷ് 2019 റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ലക്ഷദ്വീപ് NSS ഓഫീസറായി പങ്കെടുത്തിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.